ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ ഒരു ട്രഡീഷണൽ ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഇഞ്ചി കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ആരോഗ്യത്തിന് വളരെ ഉത്തമമായിട്ടുള്ളൊരു ഡിഷാണ്. ഇത് ദഹനത്തിനൊക്കെ പറ്റിയൊരു ഡിഷാണ്. സോ നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഇഞ്ചി കറി ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായി ഞാൻ 200 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതിനെ നല്ലോണം വാഷ് ചെയ്തിട്ട് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് തിൻ സ്ലൈസാണ് അരിഞ്ഞാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു 2 സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി എടുത്ത് നമുക്കിതിൽ നല്ലപോലെ ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ 2 പച്ചമുളകിനെ കുഞ്ഞു കുഞ്ഞു അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനെയും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതിനെ ടോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ സദ്യയിലൊക്കെ വയ്ക്കുന്ന പോലത്തെ ഇഞ്ചി കറി ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ്. എൻ്റെ അമ്മ ഇങ്ങനെയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. അതാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ വന്നിട്ട് ഏതാണ്ട് അതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങി. കുറച്ച് മീഡിയം ഫ്ലെയിം വച്ചിട്ട് നമുക്കിതിനെ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ കളറ് ഈ ഒരു ലൈറ്റ് ആ ഒരു യെല്ലോ കളറ് നല്ലപോലെ ഡാർക്ക് കളർ ആകുന്നവരെ നമ്മളിതിനെ ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഇഞ്ചി കറിക്ക് അതിൻ്റെ ആ ഒരു കറുത്ത ഒരു നിറം കിട്ടുന്നത്. അതുപോലെ നമുക്കിതിനെ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമ്മുടെ ഇഞ്ചിയുടെ ആ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള കളറ്. നമുക്ക് ഇത്രയും മതിയാവും. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്കിനി തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതിനെ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട്. സോ ഇത് എല്ലാവർക്കും ഒന്നുപോലെ ട്രൈ ചെയ്യാം നമുക്കിത്. ഇനി ഇതിനെ നമ്മൾ ഒരു മിക്സി ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശകലം വെള്ളം ആഡ് ചെയ്തിട്ട് ഇതിനെ നല്ലപോലെ അരച്ചെടുക്കും. ഇത് അരച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്കിനി ഇതിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. 1/2 ഗ്ലാസ് തൊട്ട് 1 ഗ്ലാസ് വെള്ളം മതിയാവും. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പുളിവെള്ളം കലക്കിയത് ഒരു 2 സ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പും പുളിയെല്ലാം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഫൈനലായിട്ട് ഒരു 1/2 സ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നല്ലപോലെ യോജിപ്പിച്ചിട്ട് നമുക്കിതിനെ മാറ്റി വയ്ക്കണം. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറിയുടെ മിക്സ്ചർ റെഡിയായി. നമുക്കിനി ഇതിനെ താളിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. വെള്ളത്തിൻ്റെ അളവെല്ലാം നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിൽ കടുകിട്ട് കൊടുക്കാം. കടുക് ഒരു 1/2 സ്പൂൺ മതിയാവും. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മളിത് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയുടെ മിക്സ്ചർ ഇതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതിന് തിളപ്പിക്കാൻ വെച്ചാൽ മതി. അത്രയും മതിയാവും. ഇനി ഇതിൻ്റെ ഒരു ചെറിയ ഒരു ടിപ്പ് കൂടെ പറയാം. ഈ ഇഞ്ചിയുടെ ആ ഒരു കഠിനമായിട്ടുള്ള ഒരു ടേസ്റ്റ് മാറാനായിട്ട് നമുക്കിതിലോട്ട് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഒരു 2 സ്പൂൺ ശർക്കര നമുക്കിതിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴാകുമ്പോൾ നമ്മുടെ ഇഞ്ചി കറിക്ക് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഇതിനെ നല്ലപോലെ യോജിപ്പിച്ചിട്ട് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി റെഡി. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.